നിന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീയും ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷകാന്യതനാദിയും സത്യമെന്നാകിൽ തൽപ്രയാസം തവ യുക്തം അതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ ഭക്തി സന്തപ്ത ലോകസ്താംബുബിന്ദിന സന്നിപം ഭക്തിജന്മം ക്ഷണപങ്കുരം ചക്ഷുശ്രവണകളസ്തമാം ദർഗുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോചേതസാ ഭോഗങ്ങൾ നേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണമൽപമായ നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിരുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാതപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുദയ ശൈലോപരി വികൃതം വന്നിതു പിന്നെയും കാസ്തകൾ ഇത്തം അതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതുമറിയില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും പൂണ്ടു ചീർത്തമോകേന ഹരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതുമറിയാതെ കാല സ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നുമോനായികയാൽ ആമ കുംഭാമ്പു സമാനമായുസുടൻ കോമതേതും ധരിക്കുന്നിതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെ പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടുതൽ നേരം പിരിയാതെ ചിത്രവും പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേടിതം കലർന്നേലുണ്ട് ശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാൽപ്പിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ വിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായി എന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാവുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈക കണ്ട്രിയായുള്ളതോ വിദ്യക്കേ സംസാരകാരിണിയായുള്ള വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാചേക വേണ്ടുന്നതും തത്ര കാമ ക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോ നദി ക്രോധമറിയലോ മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം മരിക്കുന്നിതൂപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിയധർമ്മക്ഷേതനം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്യാഖ്യാകുന്നതു കൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികയെ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാതെ കേന്ദ്രീയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആ കന്ധമേലെ വസിപ്പതാത്മാവുകെ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം ഫലം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ സാരജ്ഞനായ നീ സുഖദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിരണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായം ആചരിച്ചിടുകന്നേവരോ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യെ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ആത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ
ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ മാനമല്ലോ പരമാപരാമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ കൗസല്യ സാന്ത്വനം കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാവതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴ്ന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കലിവോടും അനുഗ്രഹിച്ചിടണം അച്ഛൻ എന്തുള്ളിൽ ഒന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നോ ഉറച്ചിടണമമ്മയും ഭർത്തൃകർമാനുകാരണമത്രേ പാതിവ്രത്യനിഷ്ഠ വധൂനാമെന്ന് നിർണയം മാതാവ് മോതാൽ അനുവദിച്ചിരുവിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം കാനനമാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിയിടുകില്ലെന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും മാതൃപാദാന്തിയെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീർണിചേർത്താതരാൽ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങൾ ആശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസനം പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ ഋത്രാദിമുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണീ ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധപാഷ്പം കാടകാടമ്പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാർ തൽക്ഷണേ രാഘവം യത്വാസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളിപ്പാട് കേട്ടു തീർന്നോതുനാം ത്വൽപാദ സേവാർത്ഥമായി ഇന്നടിയനു ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാലതിനായി അനുവദിച്ചിരണം സീതാപതേ രാമചന്ദ്രാദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ല തുല്യവദനേരൂപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോലൻ താനുമരുൾ ചെയ്തു സീതാരാമ സംവാദം വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാകൃതം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തോ കൃപാനിധേ വാരണവീരനെങ്ങൂ മമ വല്ലഭ ഗൗലാതപത്രവും താരവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലനെയും പിരിഞ്ഞതിരോ മാഞ്ചമോട് എഴുന്നള്ളിയതെന്തയ്യോ ഇത്തം വിദേഹാത്മജാവതനം കേട്ടു പൃഥ്വീപതി സുതൻ താനുമരുൾ ചെയ്തു തന്നിരൂതണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ ഞാൻ അത് പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിയിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാകന്ത ചൊല്ലിയിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പറാതോളമാസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ല ഭർത്താവേ വിരവോട് വൃത്താന്തം എത്രയും ചിത്രമോർത്താലികം എന്നതു കേട്ടരുൾ ചെയ്തു രാഘവൻ തന്മീകുല മൗലി മാലികെ കേൾക്കനീ മന്നവൻ കേകയ പുത്രിയാമമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു താരനം മാതാവിനാശുവലവും കൊടുത്തിതു താതൻ അതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിനേതും മുടക്കം പറവല്ല മൈറ്റൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ രാഘവൻ യുദ്ധം പറഞ്ഞതു കേട്ടൊരു ആകാശജീവി താനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും
ഭവാൻ എന്നു ധരിക്കണം. കാകുത്സ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിനാൻ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതോ തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോര സിംഹ വ്യാഘ്ര സൂകര സൈരിഭ വാരണവ്യാള ബല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റു ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടുപോയ മാംസമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടലോ. മൂലഫലങ്ങൾ കട്ടു അമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന കുവ അന്നപാനാദി സന്മധു ക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോന്നത ഗുഹാകക്കുര ശർക്കര ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയും അറിയാവതെല്ലാരെയും കാണുവാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാതാതപ പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കും അറിയലോ. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനിൽ ഒരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാവേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാ ധർമ്മപത്നിയാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ എരുമേ ദോഷവുമില്ല ദയാനിധേ പാദശുശ്രൂഷ വ്രതം മുടക്കായ്മവേ. നിന്നുടെ സന്നിധവും സന്തതം വാണിയിലും എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ല ഭോജിഷ്ടം എനിക്ക് അമൃതോപമം. ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂത്തുമൂത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കത് പുഷ്പബാണോപമ. നീ വെടിഞ്ഞിടല ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം ഭീതിയും ഏതും എനിക്കില്ല ഭർത്താവേ. കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് കണ്ടരുളി ചെയ്തു, ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സംശയമില്ലതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യം അതിന്നിയും എന്നു ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലവും കവിവരരാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവുമോർക്കണം പ്രാണാവസാന കാലത്തും തിരിയുമോ. എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നും എൻ പ്രാണ പരിത്യാഗവും ചെയ്വ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമെന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനം അരുന്ധതിക്കായി കൊണ്ടു ചെയ്ത നീ ജാനകി ഹാരാതിഭൂഷണമൊക്കമേ. ഇത്തം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രാഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്തയാൽ ആനന്ദമഗ്നരായി മാനവനായകൻ ആശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിടുന്നത് അശ്രുജനങ്ങളും. ജാനകി ദേവിയും അൻപോടരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ട് ദാനങ്ങൾ കഴിക്കിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കൈക്കിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു. തനയനു പിന്നെ ഉപദേശവാക്കുമുല ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനിന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്ന ജനകാത്മജ എന്നുറച്ചുകൾ പിന്നെ അയോധ്യ എന്നോർത്തിടവിയെ മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു. പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസിൽ ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയം തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേവരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗതപി രാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരിസേവിതൻ നാനാജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാധം